ഹായ് ഹലോ ഗായ്സ്. ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ബസ് സിമുലേറ്റർ, നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങി നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യയുടെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യയും പോട്ടെ, ഇന്ത്യ. നമ്മളെപ്പോഴും ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുന്നതുകൊണ്ടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഒരു പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത്. അവരുടെ നൈസായിട്ടും തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ഉണ്ടോയെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. അതുണ്ടല്ലോ ആ ഒരു ഓറഞ്ച് കുങ്കുമം അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലോടെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനാ ഗെയിമൊക്കെ തുറന്നിട്ടുണ്ട്. ഓ, ഇതെന്തുവാടാ സൈഡിലെന്തോ ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇത് നീല ബസ്സും ഗായ്സ് അതുപോലെ സെയിം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ബസ്സിന് മാറ്റമുണ്ട്. ബസ് നമ്മുടെ അതേ ബസ്സില്ല, ബസ്സിന് മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഒന്ന് മോഡ് കയറ്റി നോക്കാം ഗായ്സ്. ഓക്കെ, മോഡൊന്ന് കയറ്റി നോക്കാം. എനിക്കിവിടെ ചൂസ് വരുന്നുണ്ട് കേട്ടോ. എനിക്കത് വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊന്ന് ഇതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, യുവർ പർച്ചേസ്, ഓക്കെ ഇത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം ഏകദേശം നമ്മുടെ കയ്യിൽ 85 സംതിങ് ഉണ്ട്. നമ്മളിനി ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ അപ്പം മോഡിങ് ഇതിൽ വർക്കിംഗ് ആണ്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഗ്യാരേജ് കുറച്ച് മാറിയിട്ടുണ്ട്. ഗ്യാരേജ് അതുപോലെ അല്ല ഗൈസ്, കുറച്ചൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ത്യയെ ബേസ് ചെയ്തതിൻ്റെ ആ ഒരു സൈഡിൽ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഓക്കെ എല്ലാവരും കാണുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ ഒന്ന് മാറിയെന്ന് തോന്നുന്നു. അത് കണ്ടില്ലേ, ഡ്രൈവർ അതിനകത്തിരിക്കുന്ന ആ ഒരു ഡ്രൈവറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു ഡ്രൈവറും അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്യാരേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീ മോഡ്, കാരിയർ മോഡ്, ടൂർ മോഡ് ഇല്ലെന്ന് തോന്നുന്നു. ടൂർ മോഡ് മിസ്സിങ് ആണ്. ഇത് നമുക്ക് മൾട്ടിപ്ലെയർ മോഡുണ്ട്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കളിക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ട്രൈ ചെയ്യാത്തത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗ്യാരേജ് വർക്ക് ആവണമൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, ഓക്കെ പിന്നെ അങ്ങനെ ഒന്നുമില്ല. എടാ പുറകിലത്തെ അതേ കൂടെ വണ്ടി പോകുന്നുണ്ട്, അതുണ്ടല്ലേ, ട്രക്കാണിപ്പോൾ പോയത്. ഇനി നമ്മൾ മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇതാണ്ട് അത് മുംബൈ ഉണ്ട്, ഹൈദരാബാദ്, പിന്നെ കൊച്ചി. ഗൈസ് നമുക്കിന്ന് കൊച്ചി പോകട്ടോ. ഇന്ന് കൊച്ചി ഉണ്ട് ഗൈസ്. ഇവിടെ കൊച്ചി കൊണ്ടിട്ട് ഓക്കെ. ഇത്രയും നമ്മുടെ മാപ്സ് കുറവാണ് കേട്ടോ. ഓക്കെ, അവിടെ ഇപ്പോൾ നമ്മുടെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു മാപ്പ് ലോഡിങ് സ്ക്രീനാണ്. ഇത് ലോഡിങ് ആവണേ ഉള്ളൂ. ലോഡിങ് സ്ക്രീനാണത്. ബസ്സിന് ഇതെന്താ ഇത് ഇവന്മാർ എലക്ഷൻ ഇവിടെ നിന്ന് തുടങ്ങിയ UDF പരസ്യം ഗൈസ് നോക്കിക്കേ. ഓക്കെ, അതെന്തായാലും ആവട്ടെ. നമുക്കെന്തായാലും ഇത് ലോഡാവുന്നുണ്ട്. സൈഡിൽ ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ട്രക്ക് സിമുലേറ്റർ IDയുടെ വേറൊരു പരസ്യം. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ലോഡാവട്ടെ. ഓക്കെ, ഇത് ഇവിടെ ലോഡായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബസ് സിമുലേറ്റർ പോലെ തന്നെയാണ്. ഓക്കെ, ബസ് സിമുലേറ്റർ ഒക്കെ വർക്ക് ആവണമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ മോഡ് ഇതിനകത്ത് വർക്ക് ആവണമൊക്കെ ഉണ്ട്. ഇപ്പോൾ കൊച്ചിയാണ് ഗൈസ്. എൻ്റെ മോനെ കൊച്ചി നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലേ, സത്യം പറയാലോ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ആ ആൾക്കാരും കൂടെ ഒന്ന് എന്താ പറയുക മെച്ചപ്പെടുത്തിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നല്ല കേട്ടോ. നമ്മളാ കൊച്ചി ആ ഒരു ഇതും അതാണല്ലേ. അപ്പം ഇതാണ് ഇതിനകത്ത്. ഇവരെന്തിനാ ഈ സിങ്ങിനെ ഓടണേ? ഇതെന്തിനും ഓട്ടാണ്. ഏതോ മൂഞ്ചിയ ഡ്രൈവറാണെന്ന് തോന്നുന്നു. ആള്
ഇജാതി ഓട്ടമൊക്കെ ആയിരുന്നു. അതാണ് അതുകൊണ്ടില്ലേ കൊച്ചി വാട്ടർ മെട്രോ. നമ്മളിപ്പോൾ കൊച്ചി വാട്ടർ മെട്രോൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കണത്. കൊച്ചി വാട്ടർ മെട്രോ. ഓ ഇതൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല ഇതുണ്ട്. നമ്മുടെ ബസ്സൊക്കെ ആണെങ്കിൽ കിടിലാണ്. കണ്ടില്ലേ ആ ഒരു ഷെയ്ഡേഴ്സും നല്ല ഇതുണ്ട്. ആൻഡ് നോക്ക് കൊച്ചി ഫുള്ള് അടിപൊളിയാട്ടോ. പിന്നെ ഇതിനകത്ത് ഇയാളുടെ ഒരു ഡാൻസ് ഉണ്ട്. അത് സീൻ സാധനമാണ്. നമുക്ക് ഇതിൻ്റെ പുറകിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അയ്യേ ബോട്ടും കൂടെ വേണമായിരുന്നു. പിന്നെ നിങ്ങൾ ആ ടൈൽസ് കണ്ടോ? ടൈൽസ് പോട്ടെ, അത് കട്ട അത് നമ്മുടെ ഇന്ത്യയിലുള്ള അതേ സംഭവം കേട്ടോ, കട്ട കണ്ടില്ലേ? ഓ പിന്നെ ഈ ഒരു ഇത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറും എല്ലാം കൊണ്ടും ഇന്ത്യ ആ ഒരു കേരള വൈബ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി ആണെങ്കിലും ഇവിടുത്തെ ഈ ബിൽഡിങ്സ് മെയിനായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ ഒരു തെങ്ങും ഇത് വാട്ടർ മെട്രോയിൽ പക്ഷേ ഇതില്ല മെട്രോ ഇല്ല, വെറുതെ കൊടുത്തേക്കുന്നേ ഉള്ളൂ ഇവിടെ മെട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് നമ്മുടെ അണ്ണൻ്റെ ഡാൻസ്. അണ്ണനെ വെല്ലാൻ ആരുമില്ല. അങ്ങനെ ഡാൻസും കളിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു സംഭവം മനസ്സിലായത്. ഇത് കണ്ടില്ലേ, നമ്മൾ തട്ടിയിടുമ്പോൾ ഇത് പോവും ഗൈസ്. ഇത് വെറുതെ തട്ടിയിടണം, ഇത് പോവും. ഇത് കണ്ടില്ലേ, അതാ ഞെരുക്കിപ്പോ. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു സൈഡിൽ ഒരു ഡിഫൻഡർ കിടക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ മെട്രോ ഇത്. പിന്നെ നമ്മുടെ ബസ് അവിടെ കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ഇതും പക്കായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ ആ ഒരു ഇതാണെങ്കിലും എന്താ പറയുക, ആ ഒരു ചായക്കട, അപ്പുറത്തെ ആ ഒരു ചായക്കട ഇരിക്കുന്ന ബെഞ്ചും പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ മാറ്റിയാൽ കൊള്ളാമെന്ന്, അതായിരുന്നു എൻ്റെ അഭിപ്രായം. ഒരു ക്യാരക്ടർ കുറച്ച് ഇതാണ്, എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമത് ഇയാളുടെ ഡാൻസാണ് ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാർസാണ് കേട്ടോ. ഇത് ഏതാടാ കാറ്? ഒരു ബ്ലാക്ക് കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇതറിയില്ല, ഇതെന്താ ഗൈസ്? ഓ ഇത് ഏത് കാറാന്ന് മനസ്സിലാക്കണില്ല അമ്മാതിരി ഡിസൈനാണ് ഇവന്മാർ അടിച്ചു വെച്ചേക്കുന്നത്. ഓ അത് കണ്ടോ ഗൈസ്, നമ്മൾ ഇന്ത്യയിലുള്ള ഈ പഴയ ബസ്സില്ല, അത് ഇതാന്ന് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഒരു ബസ് കാണാം. ഇനി ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഇരിക്കുന്ന ബെഞ്ചും ഈ ഒരു ചായക്കട, ഇവിടുത്തെ ഈ ഒരു ചായക്കടയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലിങ്ങനെ പോകുന്നത് തന്നെ ഒരുത്തൻ കട ഇവിടെ തുറന്നിട്ടിട്ട് പോയേക്കാന്ന് തോന്നുന്നു. ഇവിടെ കട തുറന്നിട്ടിട്ടുണ്ട്. എൻ്റെ സൈഡിൽ എന്താ ഐ ലവ് ഇന്ത്യയിലാണ്. ഒരു പരിപ്പട എടുക്കാൻ പറ്റുമോ? പരിപ്പട ഒന്നും എടുക്കാൻ പറ്റില്ല, എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. എന്തോ ഹിന്ദിയിലൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ചായക്കടയാണ്. ഇയാൾ ചാടുന്നുണ്ടോ? എന്തൊരു ചാട്ടാടത്! നമ്മൾ ഇന്ത്യക്കാരാണ് ലോങ് ജമ്പിൽ ഏറ്റവും സ്മാർട്ട് കേസ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പം നമ്മുടെ അണ്ണൻ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ബസ്സിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഇൻറ്റീരിയർ ഇപ്പുറത്തോട്ട് കാണിച്ചു തരാം. അതാ ഇവിടെ ഇങ്ങനെ ട്രക്കൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്കാ ഒരു ഇത് കേരളം ഇന്ത്യൻ വൈബൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ MPsകളുണ്ട്. ആ ഒരു ചേച്ചിയൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാനുണ്ടോയെന്നറിയില്ല. അതാ ഡിം ലൈറ്റാണ്. ഓ പിന്നെ നമ്മുടെ സ്റ്റിയറിങ് മാറിയിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിങ് മാറിയിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ബസ് സിമുലേറ്റർ ഇന്ത്യ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ പക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, വേറെ MPC ഉണ്ട്. ഇത് MPC ആണിത്. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവേ ബസ് സിമുലേറ്ററിനകത്ത്. ഓ എഴുതാൻ ഉള്ളിൽ കൂടെ പോവില്ലടാ. കണ്ടോ, സ്മാർട്ടാണ് ഇത്. അതുകൊണ്ടാ നമ്മളവിടെ ബസ് നിർത്തിയപ്പോൾ അവൻ തിരിഞ്ഞു പോയി ഇടിക്കാണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു അമ്മച്ചി വരുന്നുണ്ട്, നമുക്ക് മാറ്റി കൊടുക്കാം. ഉണ്ടല്ലേ, മാറ്റി കൊടുക്കുമ്പോൾ അതിലേ പോകുന്നുണ്ട്. അതുകൊണ്ടോ മറ്റവൻ പോയത് സൈഡിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ഇത് കിട്ടിയത്. എന്തുകൊണ്ടും ഒരു നല്ല ഗെയിം തന്നെയാണ്. നമ്മളെ ഇന്ത്യക്കാർക്ക് വേണ്ടി മെല്ലെ ഉണ്ടാക്കിയൊരു ഗെയിം എന്ന് പറയുമ്പോൾ നല്ലൊരു ഗെയിം തന്നെയാണ് ഗൈസ്. അത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് തന്നെ അറിയേണ്ടതാണ്. ഞാൻ കുറച്ച് നേരം കളിച്ച് നോക്കിയത് സെറ്റ് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കളിച്ച് നോക്കി നിങ്ങളുടെ ആ ഒരു വൈബിൽ കളിച്ച് നോക്കി ഇതിനൊക്കെ കാണണം. എന്നാലും അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ഈ റിവ്യൂ അങ്ങനെ ആളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ MBCയുടെ കാര്യങ്ങളാണെങ്കിലും വെറൈറ്റി MBCകളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആണെങ്കിൽ ഇതുപോലെ മാറി നിൽക്കുമ്പോൾ അപ്പോൾ ഇനി ഇത് ചേർക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോൾ ഇത് നീ കളിച്ച് നോക്കുക. അപ്പോൾ നല്ലൊരു ഗെയിം തന്നെയാണ്. ഇപ്പോൾ ഇന്തോനേഷ്യ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുന്നില്ല. കാരണം അറിയാം, നമ്മുടെ നൊസ്റ്റാൾജി ഗെയിം തന്നെയാണ്. നൊസ്റ്റാൾജി എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ആ ഒരു ഗെയിമിന് ഇതിൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ് ഗൈസ്. സോ അത്ര എനിക്ക് പറയണത്. നമ്മുടെ ബസ് ഇവിടെ പക്കയായിട്ട് നമ്മുടെ ഈ ഒരു മോഡും കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മോഡ് കയറ്റിയിട്ട് നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഓക്കെ, ബൈ.